ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഓർഗനൈസിങ് ഐഡിയാസ് ആണ് കേട്ടോ. അതായത് പലപ്പോഴും എല്ലാവരും വിചാരിക്കാറുണ്ടാവും ഒരു വീടൊക്കെ നന്നായി ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാശൊക്കെ കൊടുത്ത് കുറേ ഓർഗനൈസേഴ്സൊക്കെ വാങ്ങണം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട് ഓർഗനൈസ് ചെയ്യാനുള്ള കുറച്ച് ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് പറയുന്നത് ഇതുപോലെ ഒരു കണ്ടെയ്നറാണ്. ഇതുപോലത്തെ കണ്ടെയ്നർ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ള ഒന്നാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ നൈഫ് അതിലൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മാത്രമേ നമ്മുടെ ഓർഗനൈസർ ഉണ്ടാക്കാനുള്ള ഒരു പണിയുള്ളൂ. അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹുക്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് വിലയൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ്. ഈ ഹുക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുമരിലൊക്കെ ഡ്രിൽ ചെയ്ത് നെയിലൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഫ്രിഡ്ജിൻ്റെ സൈഡിലാണ് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇതുപോലത്തെ ഹാങ് ചെയ്യുന്ന ആ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബാസ്ക്കറ്റ് ഇതിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുന്നു. ഇത്ര മാത്രമേ പണിയുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എപ്പോഴും ആവശ്യം വരുന്ന റബ്ബർ ബാൻഡ്സ് അല്ലെങ്കിൽ പെന്ന്, സിസേഴ്സ് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഈ സെയിം ഓർഗനൈസർ തന്നെ നമുക്ക് നമ്മുടെ വാർഡോബിലും ഫിക്സ് ചെയ്യാം കേട്ടോ. വാർഡോബിലാണെങ്കിൽ നമുക്ക് ചെറിയ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നെയിൽ കട്ടർ പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ഐറ്റംസ്, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡോബിലും ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സിൻ്റെ ഒരു സ്റ്റഡി ഏരിയയിലൊക്കെയാണ് ഇതുപോലത്തെ ഒരു ഓർഗനൈസർ നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചെയ്തെടുത്ത് ഒന്ന് കളർഫുൾ ആക്കിയതിന് ശേഷം നമുക്ക് കിഡ്സിൻ്റെ സ്റ്റഡി ഏരിയയുടെ അടുത്തായിട്ട് വാളിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെന്ന്, പെൻസിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ചെറിയ കണ്ടെയ്നറാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഇതുപോലെ നിറച്ച് ഹോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നമ്മുടെ സിങ്ക് ഏരിയയുടെ അടുത്തായിട്ടാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സിങ്കിൽ നമുക്കറിയാം, നമ്മൾ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്ക്രബ്ബറിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കണ്ടെയ്നർ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ മേക്കപ്പ് ടേബിൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇപ്പം നമ്മുടെയൊക്കെ അടുത്ത് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പഴയ ഒരു ഐറ്റമൊക്കെ ആയിട്ട് ഇതുപോലെ നെറ്റൊക്കെ ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ ഒരു നെറ്റുള്ള ഒരു ചെറിയ പീസ് മാത്രം മതി നമുക്ക് നമ്മുടെ മേക്കപ്പ് ഏരിയ നല്ല ഭംഗിയാക്കിയിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മലുകളും മാലകളും ഒക്കെ ഇതുപോലൊരു നെറ്റിൽ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനും എടുക്കാനും കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാതെ ഒഴിവാക്കുന്നതായിരിക്കും ഇതുപോലത്തെ ഐറ്റംസ്. ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ കിച്ചൺ ടവൽസൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമരൊക്കെ ഡ്രില്ല് ചെയ്ത് കുറേ ഓർഗനൈസറൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമുക്കിത് നല്ല ഈസി ആയിട്ട് കിച്ചൺ ടവൽ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഹെയർ ബൺ ഉണ്ടല്ലോ, ഈ ഹെയർ ബണ്ണ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കുകയാണ്.
അതിനുശേഷം ഇതാ കിച്ചണിലെ ചുമരിൽ ഈ വാളിൽ ഇതുപോലത്തെ ഒരു ഹുക്കിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന കിച്ചൺ ടവലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബാസ്ക്കറ്റോ ഓർഗനൈസേഴ്സോ ഒന്നും ആവശ്യമില്ല. നമുക്കിതേ കിച്ചൺ ടവൽ ഇതുപോലെ മാക്സിമം തിന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ എടുക്കുന്നത് വളരെ പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. ഈ ബോട്ടിലിൻ്റെ അടപ്പ് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് പിന്നെ യൂസ് ഒന്നുമില്ലല്ലോ. നമുക്കിത് ഈ കിച്ചൺ ടവലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം മതി കേട്ടോ. ടവൽസ് എല്ലാം മാക്സിമം തിന്നായിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഭംഗിയാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, ഈസി ആയിട്ട് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ, ഓണിയൻസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു റാക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ റാക്ക് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു പണിയാണ്. എപ്പോഴും നമ്മൾ ഓണിയനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ആവും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ ആവശ്യമില്ലാതെ കളയുന്ന നമ്മുടെ ഇതുപോലത്തെ ബോക്സുകളുണ്ടല്ലോ, ഈ ബോക്സുകളിലാക്കിയിട്ട് നമുക്ക് ഒണിയനും ഗാർലിക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് ക്ലീനിങ് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. പലപ്പോഴും പേപ്പർ വെക്കാറുണ്ട്. അപ്പോൾ പേപ്പർ ആണെങ്കിലും അത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനൊക്കെ കുറേ സമയം വേണമല്ലോ. അതുപോലത്തെ ബോക്സുകളിലാക്കിയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഈ ബോക്സ് മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ബോക്സിൽ ഇതുപോലെ പൊടി ഉണ്ടാകുന്ന സമയത്ത് ബോക്സ് മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് ആ പൊടി ഒന്ന് തട്ടിക്കളഞ്ഞാൽ മാത്രം മതി. പ്രത്യേകിച്ചൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.